അഷ്റഫ്, ഇപ്പം ഞങ്ങളൊക്കെ മിമിക്രി തുടങ്ങുന്നത് ശരിക്കും ഞങ്ങൾ മിമിക്രി തുടങ്ങുന്നത് അനീഫ്ക്കയുടെ മിമിക്രി കണ്ടിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ അനീഫ്ക്ക പാസിക്ക, പിന്നെ വേണുചേട്ടൻ, ഇവരുടെയൊക്കെ അത് കഴിഞ്ഞിട്ട് ഒരു തരംഗമായിരുന്നു അഷ്റഫിൻ്റെ, അല്ലേ? മിമിക്രിക്ക് വേണ്ടി ഒരു മത്സരം ആദ്യമായിട്ട് കേരള യൂണിവേഴ്സിറ്റി വരുമ്പോൾ 75 കാലഘട്ടത്തിൽ അന്ന് എനിക്കാണ് ഒന്നാം സമ്മാനം കിട്ടുന്നത്. അതുവരെ മോണോ ആക്ട്, മറ്റവരൊക്കെ മോണോ ആക്ട് ആണ് ചെയ്തോണ്ടിരുന്നത്. അപ്പോഴിങ്ങനെ സ്റ്റേജിലൊക്കെ അവതരിപ്പിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ ആകുമെന്നൊന്നും ശരിക്കും അറിയില്ല. ശരിക്കും അതിനെനിക്ക് അവസരം ഒരുക്കി തന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അന്ന് ഈ മനോരമ കുടുംബത്തിൽ നിന്ന് മിസ്സിസ് കെ മാത്യുവാണ് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത്. അവിടെ കോട്ടയത്ത് ശരിക്കും എന്നെ അവിടെ ഒരു കസ്തൂർബ സോഷ്യൽ വെൽഫെയർ സെൻറ്റർ എന്ന് പറയുന്നുണ്ട്. അതിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളുടെ മിമിക്രി ഒന്ന് അവതരിപ്പിക്കണം, അവിടെ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ ആലപ്പുഴയിൽ നിന്ന് എൻ്റെ വീട്ടിൽ ഫോണില്ല, മനോരമ ഓഫീസിൽ ഫോൺ വന്നിട്ട് അവിടെ നിന്ന് ആൾ വന്ന് എൻ്റെ വീട്ടിൽ ഒന്ന് പറഞ്ഞ് ഇന്ന സമയത്ത് വിളിക്കും എന്ന് അങ്ങനെ വിളിച്ച് ഏർപ്പാട് ചെയ്താണ് അന്നത്തെ കാലത്ത് 75 കാലഘട്ടത്തിൽ. അവിടെയാണ് ആദ്യം തുടങ്ങുന്നത് ശരിക്കും മിമിക്രി. പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് ഞാൻ കെ മാത്യു, മിസ്സിസ് കെ മാത്യു അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരുപാട് പരിപാടികളിൽ ഞാൻ എന്നെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ഇൻക്ലൂഡിങ് കേരള മിസ് മത്സരം, സൗന്ദര്യ മത്സരത്തിൽ അതിലൊക്കെ. അപ്പം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇവിടെ പലയിടത്തൊക്കെ സംസാരിക്കുമ്പോൾ പലരും മിമിക്രിയിലേക്ക് വളരെ യാദൃശ്ചികമായിട്ട് വന്നവരാണ്. അഷ്റഫ് മിമിക്രിക്കാരനാണോ തീരുമാനിച്ചല്ലോ? എനിക്ക് അറിയാനേ പാടില്ല. അന്ന് മിമിക്രി എന്നൊരു പദം പോലും ഇല്ല ആ കാലഘട്ടത്തിൽ. വലിയ ഇതില്ല, പരിചയമില്ല ആൾക്കാർക്ക് മിമിക്രി എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ തമാശ അത് ശരിക്കും സിനിമ കാണുമ്പം ഒരേപോലെ വരുന്ന ഒരുപാട് സംഭവമുണ്ട്. അതിൽ ഉമ്മുക്കാടൊരു സാധനമുണ്ട്, കെ പി ഉമ്മർ വരുന്നത് ലോകത്തിൽ ആദ്യമായിട്ട് അനൗൺസ് ചെയ്തിട്ട് ബലാത്സംഗം ചെയ്യാൻ വരുന്ന ഒരേ ഒരാളേ ഉള്ളൂ. ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്യാൻ പോവുകയാണെന്ന് പറയുള്ളൂ. അപ്പൊ ഇത് എല്ലാ പടത്തിലും കാണുകയാണ്. ബലാത്സംഗം അങ്ങോട്ട് കൂടും. അപ്പൊ ഗോവിന്ദൻ കുട്ടി എന്ന് പറയുന്ന നടനുണ്ട്. അദ്ദേഹം ഒരുപാട് പ്രലോഭനങ്ങൾ കൊടുത്തിട്ടാണ് പെണ്ണുങ്ങൾ ബലാത്സംഗം ചെയ്യുന്നത്. കാരണം കുറെ അന്ന് രാജപടങ്ങളൊക്കെ വരും, കുറെ വൈരങ്ങൾ രത്നങ്ങളെല്ലാം വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രത്യേക ശബ്ദമാണ്, ഈ വൈരാഭരണങ്ങൾ കണ്ടോ, രത്നാഭരണങ്ങൾ കണ്ടോ, ഒക്കെ നിനക്കുള്ളതാണ് എന്ന് പറയും. അപ്പൊ ഇവരുടെ ഈ ഉമ്മുക്കാണെങ്കിൽ ഞാനൊരു വികാര ജീവിയാണ്, ഇങ്ങനെയാണ്. കടുപ്പമുള്ള പേരുകളാ വിളിക്കുന്ന പോലും. അതായത് സൗഥമിനി, ഭഗീരഥി അമ്മേ, ഇങ്ങനെയൊക്കെയുള്ള പേരുകളാ വിളിക്കുന്നത്. ശോഭയൊക്കെ വിളിക്കുന്നത് വളരെ റേറാ, ശോഭേ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ അച്ഛനായിട്ടൊരാൾ വരും. ഈ ബലാത്സംഗം ചെയ്യപ്പെടാൻ പോകുന്ന പെൺകുട്ടികളുടെ പിതാവ് വരുന്ന മുത്തയ്യാണ് സ്ഥിരം വരുന്നത്. മലയാളി എന്റെ ഇതൊക്കെ അറിയണം. അപ്പൊ ഇതൊക്കെ കണ്ട് പഠിച്ച് ഇങ്ങനെ ഇതേപോലെ സാധനങ്ങൾ നിരവധി പ്രാവശ്യം കേൾക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ പതിയുന്നത്. അപ്പൊ ഇതിങ്ങനെ ഒരു സെയിം സാധനം തന്നെ പല പ്രാവശ്യം ഇങ്ങനെ തട്ടുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് കയറും. അപ്പോൾ നമ്മളത് പറഞ്ഞു നോക്കും. പിന്നെ പ്രണയം, നസീർ സാറാണ് എപ്പോഴും വന്ന് ഭയങ്കര സ്റ്റൈലിൽ വന്നിട്ട് നിന്നിട്ട് ആ സ്റ്റൈലുണ്ടല്ലോ നസീർ സാറിൻ്റെ, ആ ചിരികളും മണ്ടിപ്പെണ്ണെ എന്നൊക്കെയുള്ള വിളികളും ഇങ്ങനെയൊക്കെയുള്ള നമ്പറുകളില്ലേ. അപ്പോൾ ഈ സാധനങ്ങൾ അത് പിന്നെ സോഫ്റ്റായിട്ട് ശങ്കരടിച്ചിട്ട് അതൊക്കെ ഒരു സാധാരണ നാച്ചുറലായിട്ട് പറയുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് കണ്ട് ശ്രദ്ധിച്ച് അങ്ങനെയാണ് ഇതിലോട്ട് കടന്നു വരുന്നത്. അഷ്റഫിലെ മിമിക്രിക്കാരൻ പറഞ്ഞത് ബലാത്സംഗത്തിലൂടെ ശരിക്കും ബലാത്സംഗവും പ്രണയവും ഒക്കെ ഒരു ഭാഗമായിരുന്നു അത് സിനിമയുടെ.